കണ്ണൂരിലെ സ്ഥാനാർത്ഥി ടി.ഒ. മോഹനാണ് കൂടെയുള്ളത്. ഇത് സ്ഥാനാർത്ഥി ഞാനാണെങ്കിലും ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ്. ആ നിലയിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വം, കമ്മിറ്റികൾ അവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തുക എന്നതാണ് ചെയ്യാൻ പോകുന്നത്. രാഷ്ട്രീയ പ്രവർത്തകൻ എന്നതിലപ്പുറം ഒരു പൊതുപ്രവർത്തകൻ, സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിലാണ് ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് എൻ്റെ എത്തിച്ചേർന്ന പദവികളാണ് മുനിസിപ്പാലിറ്റി ആയപ്പോൾ മുനിസിപ്പാലിറ്റിയിലും അതിൻ്റെ വൈസ് ചെയർമാനായിട്ടും, പിന്നീട് കോർപ്പറേഷൻ ആയപ്പോൾ ആദ്യത്തെ കോർപ്പറേഷനിൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിട്ടും, പിന്നീട് ഇപ്പോൾ കഴിഞ്ഞ കൗൺസിലിനകത്ത് മേയറായിട്ടും ഒക്കെ ആ ഉത്തരവാദിത്തങ്ങൾ പാർട്ടി ഏൽപ്പിച്ചപ്പോൾ, മുന്നണി ഏൽപ്പിച്ചപ്പോൾ ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കാൻ അനുവാദം കിട്ടുകയും അങ്ങനെ ജനങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് എന്നതും ഈ കണ്ണൂരിൻ്റെ ഓരോ മേഖലയിലും ആവശ്യമുള്ളത് എന്താണെന്നും അതൊക്കെ നേരിട്ട് അറിയുന്ന ഒരാളെന്ന രൂപത്തിൽ ജനങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ അതിന് പ്രാധാന്യം നൽകും. കെ എസ് സുധാകരൻ ഇങ്ങനെ ഒരു വിഘടിച്ച് നിൽക്കുന്നത് ഏതെങ്കിലും രീതിയിൽ താങ്കളുടെ ഈ സാധ്യതയെ തകർക്കുന്നുണ്ടോ? കെ സുധാകരൻ അദ്ദേഹത്തിൻ്റെ ചില താല്പര്യങ്ങൾ നേതൃത്വത്തെ അറിയിച്ചു, നേതൃത്വം അതുമായിട്ട് സംസാരിച്ചു. പക്ഷേ ഒരിക്കലും കെ സുധാകരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. കാരണം അദ്ദേഹം പാർട്ടിയുടെ ഒരു വലിയ ആവേശമാണ്, പാർട്ടിയുടെ ഏറ്റവും വലിയ സമ്പത്താണ്. അദ്ദേഹം പാർട്ടിയെ കണ്ടത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തീരുമാനമെടുത്താൽ ആ തീരുമാനം നടപ്പാക്കിയെടുക്കാനുള്ള ഉത്തരവാദിത്തം അദ്ദേഹം കാണിക്കും. അത് തർക്കമില്ല. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം അതേ രൂപത്തിൽ തന്നെ പാർട്ടിയുടെ തീരുമാനത്തെ ശിരസാ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോയൊരു നേതാവ് എന്നുള്ള രൂപത്തിൽ അദ്ദേഹമായിരിക്കും കണ്ണൂരിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുക. ഹൈക്കമാൻഡ് ഒരു പ്രഖ്യാപനം നടത്തിയാൽ, കോൺഗ്രസ് പ്രസിഡന്റ് ഒരു പ്രഖ്യാപനം നടത്തിയാൽ ആ പ്രഖ്യാപനം ഈ പറഞ്ഞ പ്രതിഷേധമുയർത്തിയ ആളുകൾ ഉൾപ്പെടെ അംഗീകരിച്ച് അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിച്ച പാരമ്പര്യമാണ് കോൺഗ്രസിനുള്ളത്. അത് ഈ കാര്യത്തിലും ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഓക്കെ, എല്ലാ ആശംസകളും.